അല്ല, ഒരു സംവിധായകൻ അയാളുടെ സിനിമ പൂർത്തിയാക്കുന്നതിൽ ഒരു ഒരു നടൻ അയാളോടൊപ്പം ചേർന്ന് നിൽക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അപ്പൊ ഇതുപോലൊരു പുതിയ ആളെയൊക്കെ വെച്ചൊരു പടം ചെയ്യുമ്പോൾ ഇത്ര വേണമെങ്കിൽ ഒരു സീനിയർ ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ ഡയറക്ടർ ഓക്കെ പറഞ്ഞ സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് അവനവന്റെ കാര്യം നോക്കി പോകാവുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലേ? അതെ, അതൊക്കെ ചെറിയ ബഡ്ജറ്റുള്ള പടങ്ങളാണ്. അപ്പം മാളച്ചേട്ടൻ അന്ന് പോകണം പറഞ്ഞു, എൻ്റെ അടുത്ത് പോകണം എന്ന് 2-3 പ്രാവശ്യം പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ഇത് പിന്നെ ഈ ഊമയായ പയ്യൻ്റെ ഒരു മാനസിക അവസ്ഥ ജയസൂര്യ, പക്ഷേ ആ ഷോട്ട് പിന്നെ പിറ്റേ ദിവസം എടുത്താൽ കുറച്ചുകൂടെ നന്നായി കേട്ടോ. അത് വേറൊരു കാര്യം. ഞാനതിനകത്തൊന്ന് പഠിച്ചത്, നമ്മൾ എന്ത് പ്രശ്നമുണ്ടായാലും നമ്മുടെ മനസ്സിന് 101% തൃപ്തി വരാത്തൊരു ഷോട്ട് എടുക്കാൻ പാടില്ല എന്നുകൂടി പഠിച്ചത് മാളച്ചേട്ടൻ്റെ ഇതാണ്. കാരണം പുള്ളി എൻ്റെ മുഖം കണ്ടപ്പോൾ പുള്ളിക്കത് അത് ഞാൻ സാറ്റിസ്ഫൈഡ് അല്ലെന്ന് തോന്നി. എന്നോട് പറഞ്ഞു, നീ അത് നിൻ്റെ രീതി വന്നിട്ടില്ല, നമുക്ക് നാളെ എടുക്കാം. അപ്പോൾ ക്യാമറാമാൻ പറഞ്ഞു, നാളെ ഉച്ച കഴിഞ്ഞേ പറ്റത്തുള്ളൂ, ലൈറ്റ് അന്നേരമാണ്, ഔട്ട്ഡോർ ആണല്ലോ അവസാനം. അപ്പോൾ അത് പറഞ്ഞ് നിൽക്കാമെന്ന് പറഞ്ഞു. എന്ന് മാത്രമല്ല, ആ പടമൊക്കെ ഇപ്പം ഈ പറയുന്ന മാനിൻ്റെ മിഴിയുള്ള ആ പാട്ടെടുക്കുമ്പോഴൊക്കെ ജയസൂര്യ എന്ന് പറയുന്ന ഒരു നടനെയൊക്കെ ഈ നമ്മളിങ്ങനെ വരത്തില്ല, ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നു, നന്നായിട്ടുണ്ടാ ഇവിടെ, ഇത് അസലായിട്ടുണ്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു മനസ്സുണ്ട് പുള്ളിക്ക്. വലിയ സംഗീതത്തെ സ്നേഹിച്ചിരുന്ന ഒരാളായിരുന്നു പുള്ളിക്ക്. ഭയങ്കര പാട്ടുകളെ കുറിച്ച് പറയാനും പാട്ട് പാടാനും ഒക്കെ ഇഷ്ടമുള്ള ആളാണ്. വലിയ താളബോധമുള്ള ഒരാളാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഈ ഹ്യൂമർ ക്യാരക്ടറുകളാണ് അദ്ദേഹം ഏതോ ഒരു ഈ പ്രത്യേക രീതിയിൽ ചില നീട്ടലും കുറുക്കലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതിന് ഞാനൊരു സിനിമ ടി വിയിൽ ഇങ്ങനെ ഒരു ദിവസം കാണുമ്പോൾ മാളച്ചേട്ടൻ വക്കീലായിട്ട് അഭിനയിക്കുകയാണ്. ഒരു സിനിമയിൽ വക്കീലായിട്ട് കോടതിയിൽ വാദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കോടതി വാദിക്കുന്ന മാളച്ചേട്ടൻ ജഡ്ജിനോട് എന്തോ പറയുമ്പോൾ ജഡ്ജ് ഒന്നും ശ്രദ്ധിക്കില്ല. യുവർ ഓണർ എന്നിട്ട് ജഡ്ജിനോടാ പറയുന്നത്. സന്ദേശം സിനിമയില് ശ്രീനേട്ടൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ കളിയാ ചെയ്യുന്നത്? എനിക്ക് പറയും, ഇന്നലെ പാർട്ടിയുടെ സ്റ്റഡി ക്ലാസ് ഉണ്ടായിരുന്നു, എന്നിട്ടെല്ലാം സ്റ്റഡി ചെയ്തോ വെച്ചിട്ട് ഒരു വാക്കും കൊണ്ടുപോയിട്ട് ഒരു വളവ് തിരിവുണ്ടാക്കിയിട്ട് ഒരു ഹ്യൂമർ ഉണ്ടാക്കുന്നൊരു. രമേശ് അതിശയ എന്നുള്ളൊരു പടത്തിൽ പുള്ളി അഭിനയിച്ചത്, ഒരു ജഡ്ജി കൃഷ്ണമൂർത്തി ആയിട്ട്. ബാക്കി കോടതി പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞ അതിനകത്ത് ഒരു സീനുണ്ട്. പുള്ളി ഈ അന്യായമായൊരു വിധി പുറപ്പെടുവിക്കുക ജഡ്ജി. അതായത് പുള്ളിക്ക് അറിയാം അത് തെറ്റാണ് ചെയ്യുന്നത്, പക്ഷെ പുള്ളി അത് വേറെ ചില പ്രഷറിനൊക്കെ വഴങ്ങി ഈ അന്യായമായൊരു വിധി ഇരിക്കുമ്പോൾ അപ്പം അതിശയൻ പയ്യൻ ആ മേശപ്പുറത്തിരിപ്പുണ്ട്. അയാൾ ഇൻവിസിബിൾ ആണല്ലോ, അയാളെ കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോഴും ഇവൻ ഓരോ തട്ടൊക്കെ തട്ടും. പറഞ്ഞാൽ ഇത് പുള്ളിക്ക് കൊള്ളു. അപ്പോൾ പുള്ളിയുടെ ഫീല് ഇത് അന്യായമായതുകൊണ്ട് എന്തോ ഒരു ഈശ്വര ലെവലിൽ എന്തോ പണിയാണോ എന്ന് പുള്ളിക്ക് ഡൗട്ടുണ്ട്. പുള്ളിയുടെ റിയാക്ഷൻ ഉണ്ട്. പറഞ്ഞ മനസ്സിലായത് രാമമൂർത്തി. അപ്പൊ ഈ ചില ശബ്ദശകലങ്ങളിടും. അതാണ് ഞാൻ പറഞ്ഞത്. അത് ഭയങ്കര രസമാണ്, നമ്മൾ ചിരിച്ചു പോകും. എനിക്ക് ആ ശബ്ദശകലം കിട്ടാഞ്ഞിട്ട് ഇത്ര ഉദാഹരണം പറഞ്ഞത്.